ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ കൂടെ രാവും പകലും 3 വർഷം ജീവിച്ച ശിഷ്യന്മാർ ചോദിച്ച ഒരേ ഒരു കാര്യം അതായിരുന്നു. അവർ അവനോട് മികച്ച രീതിയിൽ പ്രസംഗിപ്പിക്കാനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ടില്ല. മറിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. കാരണം യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയും ശക്തിയുടെയും രഹസ്യം പിതാവുമായുള്ള അവൻ്റെ പ്രാർത്ഥന ബന്ധമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇന്നും നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നത്. കാരണം പ്രാർത്ഥന എന്നത് വെറും വാക്കുകൾ പറയുന്നതല്ല, ദൈവവുമായി സംസാരിക്കുന്നതാണ്. ലോകം നമ്മെ മനസ്സിലാക്കാതിരിക്കാം, സുഹൃത്തുക്കൾ കൈവിടാം, കുടുംബം പോലും കൈവിടാം, സ്വന്തം മിത്രാദികൾ ഏവരും കൈവിടാം, പങ്കാളി കൈവിടാം. ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ മനസ്സിലാക്കില്ല, നമ്മുടെ പങ്കാളികൾ നമ്മളെ മനസ്സിലാക്കില്ല. നമ്മളെ കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടികർത്താവ് നമ്മുടെ പ്രാർത്ഥന സശ്രദ്ധം ശ്രദ്ധിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ യേശു പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി 6:6 യേശു പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അറയിൽ കടന്ന വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? പ്രാർത്ഥന കാണിപ്പാനല്ല, പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാകണം. എന്ന് വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കണ്ടെന്നോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രാർത്ഥിക്കണ്ടെന്നോ അല്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പറയണമെന്നൊക്കെ. ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അല്ലെങ്കിൽ സംസാരിപ്പാൻ വലിയ ഭാഷയുടെ ഒന്നും ആവശ്യമില്ല, വലിയ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല, വാക്കുകളുടെ ആവശ്യമില്ല. ഒരു കുഞ്ഞ് അപ്പനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ദൈവത്തിനോട് സംസാരിക്കാം. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ അപ്പനോട് പറയാം, നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഭയമുണ്ട് അല്ലെ കൺഫ്യൂഷനാണ്, നമുക്ക് കരച്ചിൽ വരുന്നു, നമുക്ക് നമ്മുടെ അപ്പനോട് പറയാം. കാരണം ദൈവം നമ്മുടെ ഹൃദയം കാണുന്നവരാണ്. ആദ്യമായി നാം എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. പലരും വിചാരിക്കുന്നത് പ്രാർത്ഥന എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ വലിയ ലിസ്റ്റ് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ പ്രാർത്ഥന ഒരു ദൈവിക ATM മെഷീൻ അല്ല. പ്രാർത്ഥന എന്നത് ഒരു ബന്ധമാണ്, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. യിരെമ്യാവ് 33:3 ഇങ്ങനെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നില്ല എന്നതുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാപമില്ലാത്തവനായ ദൈവപുത്രനായ യേശുവിന് പോലും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രാർത്ഥന ആവശ്യമായിരുന്നു. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്രത്തോളം അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നു, ഭയമുള്ള സമയത്ത് ധൈര്യം നൽകുന്നു, നിരാശയുള്ളപ്പോൾ പ്രത്യാശ നൽകുന്നു, കൺഫ്യൂഷനായിട്ടിരിക്കുമ്പോൾ മാർഗം കാണിച്ചു തരുന്നു, ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ദൈവം വഴി കാണിച്ചു തരുന്നു, ആശ്വാസം തരുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾ ഉടനെ മാറില്ല, പക്ഷെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു, നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തുന്നു. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും
പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് സമർപ്പിക്കുക അല്ലെങ്കിൽ അറിയിക്കുക. എത്ര മനോഹരമായ ഒരു വചനമാണിത്. ദൈവം പറയുന്നത്, നിന്റെ ഭാരം എനിക്ക് തരൂ. ഇന്ന് പലരും നിശബ്ദമായി വേദനിക്കുന്ന, ഉറക്കമില്ലാത്ത രാത്രികൾ പലർക്കും, പല ആശങ്കകൾ, ടെൻഷനാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളായിട്ട് പ്രശ്നങ്ങൾ, സകല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ അതിനുള്ള പരിഹാരവുമുണ്ട്. ഒരു ചെറിയ പ്രാർത്ഥന പോലും ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ദൈവം എല്ലായ്പ്പോഴും ഉടനടി സൊല്യൂഷൻ തരണമെന്നില്ല. പക്ഷെ ദൈവം ഒരിക്കലും ആ പ്രാർത്ഥന അവഗണിക്കുകയില്ല. ചിലപ്പോൾ പറയും, ദൈവം പറയും യെസ് എന്ന് ഇമ്മീഡിയറ്റ് പറയും. ചിലപ്പോൾ പറയും മകളെ നീ വെയിറ്റ് ചെയ്യേ എന്ന് പറയും. ചിലപ്പോൾ പറയും ഐ ഹാവ് സംതിങ് ബെറ്റർ ഫോർ യു എന്ന് പറയും. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. അത് നമുക്ക് ആവശ്യമാണ്, ആവശ്യമല്ല അത്യാവശ്യമാണ്. നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാം, വൈകുന്നേരം പ്രാർത്ഥിക്കാം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ഒരു അധ്യായം ബൈബിൾ വായിച്ച് 2-3 പാട്ടും പാടി കൈയടിച്ച് ആ ദൈവത്തെ ആരാധിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചെല്ലാം. ഏറ്റവും ചുരുങ്ങുന്ന സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. രാവിലെ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, വലിയ അനുഗ്രഹമാണ്. ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് നമ്മുടെ കർത്താവിനോട്, നമ്മുടെ അപ്പനോട് നമുക്ക് സംസാരിക്കാം. അതിന് പ്രത്യേക സമയമൊന്നും കാണണമെന്നില്ല. കാരണം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി തകരില്ല. അടുത്തതായി നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം. വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൽ യേശു നമുക്ക് പ്രാർത്ഥനയുടെ ഒരു മനോഹരമായ മാതൃക നൽകിയിട്ടുണ്ട്. അതിനെ ലളിതമായിട്ട് ACTS എന്ന ഫോർമുലയുടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് അഡോറേഷൻ, ആരാധന അല്ലെങ്കിൽ സ്തുതി. പ്രാർത്ഥന തുടങ്ങേണ്ടത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് നമ്മുടെ കർത്തൃപ്രാർത്ഥന. കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ വലിപ്പത്തെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെ ഓർത്ത് അവനെ സ്തുതിക്കുക. രണ്ടാമത്തത് ആണ്, കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. നമ്മുടെ തെറ്റുകളും കുറവുകളും ദൈവത്തോട് ഏറ്റുപറയുക. 1 യോഹന്നാൻ 1:9 പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മൂന്നാമതായിട്ട് താങ്ക്സ് ഗിവിങ്, നന്ദി പ്രകാശനം. ദൈവം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുക. നന്ദിയുള്ള ഒരു ഹൃദയത്തിൽ മാത്രമേ വലിയ വിശ്വാസം വളരുകയുള്ളൂ. ലാസ്റ്റ് സപ്ലിക്കേഷൻ, അപേക്ഷകൾ സമർപ്പിക്കുക. ഒടുവിൽ നമ്മുടെ ആവശ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക, ദൈവത്തോട് പറയുക. നമ്മുടെ ആരോഗ്യം എന്തു തന്നെ ആയിക്കോട്ടെ, സാമ്പത്തിക ഭാവി, നമ്മുടെ ചുറ്റുപാടുകൾ, നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥന ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ പെട്ടെന്ന് മാറ്റിമറിച്ചെന്ന് വരില്ല. എന്നാൽ അത് നമ്മളെ മാറ്റും. നമ്മുടെ ഭാരങ്ങളെ, ഉത്കണ്ഠകളെ മാറ്റി ഹൃദയത്തിൽ സ്വർഗീയ സമാധാനം നിറയ്ക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരാകരുത് നമ്മൾ. ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ എല്ലാ ദിവസവും കർത്താവിനോട് സംസാരിക്കാൻ ശീലിക്കുക. നമ്മുടെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും പ്രാർത്ഥനയിലൂടെ തുറക്കപ്പെടും. ജീവിതത്തിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് സമാധാനം കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഒരു ടൂളാണ് ഈ പ്രാർത്ഥന. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേട്ട ഈ വചനത്തെ, ഇത് കേൾക്കുന്ന മക്കളെ, ഈ വചനങ്ങൾ ഷെയർ ചെയ്യുന്ന മക്കളെ എല്ലാവരെയും നീ അഭിഷേകം ചെയ്യണമേ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ സുപ്രഭാതത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. അവരുടെ സകല ആവശ്യങ്ങളെയും നിന്റെ സന്നിധാനത്തിലേക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. ഓരോ അപേക്ഷകളെയും
കർത്താവെ നീ നിരസിക്കരുതേ, നല്ല ആവശ്യങ്ങളെ നീ നടത്തി കൊടുക്കണമേ. എത്ര വലിയ പ്രയാസപ്പെട്ട കാര്യങ്ങളായാലും കർത്താവെ നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച് സംരക്ഷിതനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള നല്ലൊരു ഹൃദയത്തെ തരണമേ കർത്താവെ. നിന്നെ അറിഞ്ഞ് ആരാധിച്ച് സ്നേഹിച്ച് ജീവിപ്പാൻ തക്കവണ്ണം, എന്നും നിന്നോട് സംസാരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പാ, നീ ഞങ്ങൾക്ക് ഇത്രത്തോളം വഴി നടത്തി, ഇനിയും നടത്തുമെന്നുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തുക, ഞങ്ങളുടെ മനസ്സിനെ നീ ശാന്തമാക്കണമേ കർത്താവെ. നിന്നിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ, നിന്നിൽ സന്തോഷിപ്പാൻ, നിന്നിൽ ആശ്രയിപ്പാൻ, നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെ ആവശ്യങ്ങളിൽ സമർപ്പിക്കുന്നു. അവരവരായിരിക്കുന്ന മേഖലകളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എവിടെയായിരുന്നാലും നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചു കൊള്ളണമേ. പിശാച് അവരെ തൊടുവാൻ പോലും നീ അനുവദിക്കരുത് കർത്താവേ. നിന്റെ രക്തവളപ്പിൽ അവരെ മറക്കണമേ കർത്താവേ. ഇത്രത്തോളം അനുഗ്രഹിച്ച് പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നന്ദി.